ഒരു ദിവസം ഞാൻ പ്രാർത്ഥനയ്ക്കിരിക്കുകയായിരുന്നു. അപ്പോൾ ബൈബിൾ എടുത്ത് വചനഭാഗം വായിക്കാൻ തുടങ്ങി. ഗെത്സമേൻ പ്രാർത്ഥനയാണ്. ആ ഗെത്സമേനിൽ ഈശോ പ്രാർത്ഥിക്കുന്നതാണ് ആ വചനഭാഗം. അപ്പോൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് ഇരുത്തിയിട്ട് ഒരു കല്ലേറ് ദൂരം ഈശോ പോയി പ്രാർത്ഥിച്ചു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം അങ്ങ് നീക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അങ്ങയുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പറയുന്നത് നമുക്ക് കാണാം. ഇത് 3 പ്രാവശ്യം അങ്ങനെ ഈശോ പ്രാർത്ഥിച്ചു. ഞാൻ ബൈബിൾ അടച്ചിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോയെ, അങ്ങ് എന്തുകൊണ്ടാണ് പിതാവിനോട് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം നീക്കി തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ എന്നാൽ എൻ്റെ ഇഷ്ടമല്ല പിതാവെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അങ്ങ് പറയാൻ കാരണം എന്നാ ഈശോ എന്ന് ഞാൻ ഈശോയോട് വെറുതെ ചോദിച്ചു. ഉത്തരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് എൻ്റെ തലയിൽ ഉദിച്ചതല്ല. ഈശോ ഉടനെ മറുപടി തരുന്ന പോലെ എനിക്ക് കിട്ടിയൊരു ചിന്ത പറയട്ടെ. ഈശോ പറയുക എന്നോട്, പിതാവ് തൻ്റെ ഹൃദയം തുറന്നിട്ട് നിൻ്റെ മുഖം എനിക്ക് കാണിച്ചു തന്നു. പിതാവിൻ്റെ സ്നേഹം പുത്രൻ അതേപടി തൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചിട്ട് എനിക്ക് വേണ്ടി പാപപരിഹാര ബലി ചെയ്യാനായിട്ട് കുരിശിലേക്ക് പോകാമെന്ന് തീരുമാനിച്ച പുത്രൻ്റെ സ്നേഹം. എവിടെയെല്ലാം പുത്രൻ അവസരം കിട്ടുമ്പോഴെല്ലാം നമുക്ക് കാണാം പിതാവിനെ മഹത്വപ്പെടുത്തുന്നത്. എങ്ങനെയെങ്കിലും നമ്മളെ പിതാവുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് എപ്പോഴും പുത്രൻ ശ്രമിക്കുന്നത് കാണാം. കുരിശിൽ അവൻ അതുതന്നെ ചെയ്ത്. ഇതാ പിതാവിൻ്റെ ഹൃദയം നിറച്ചും ഞാനാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് വേണ്ടി പിതാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് നമ്മളെ പുത്രൻ ഹൃദയത്തെ സ്വീകരിച്ചിട്ട് പാപപരിഹാര ബലിയായി കുരിശിലേക്ക് പോകാമെന്ന് പുത്രൻ സമ്മതിച്ചതാണെന്ന് ആ ഒരു ചിന്തയിലൂടെ കർത്താവ് എനിക്ക് തന്നത് എന്തുമാത്രം സ്നേഹത്തിൽ എന്നെ നിറച്ചു എന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അത്ര സ്നേഹത്തിൻ്റെ ഒരു അനുഭവമായി അത്. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ സ്നേഹം, തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം സ്നേഹിച്ചു എന്ന് യോഹന്നാൻ 3:16 പറയുന്നത് നാം വായിക്കുന്നില്ലേ? ആഴത്തിൽ ഈശോ പിതാവിൻ്റെ സ്നേഹത്തിൽ നിറയാൻ വേണ്ടി ഈ പുത്രനോട് ചേർന്ന് പുത്രൻ നമുക്ക് വേണ്ടി പൂർത്തിയാക്കിയ രക്ഷാകര ദൗത്യത്തിൽ വിശ്വസിച്ച് നമുക്ക് കൂടുതൽ അവനിലേക്ക് ആശ്രയിക്കാം. യോഹന്നാൻ 1:12 ഇങ്ങനെ പറയുന്നില്ലേ? അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ കഴിവ് നൽകിയെന്ന്. പുത്രനെ സ്വീകരിച്ചത് വഴി നമുക്ക് പിതാവായ ദൈവത്തെ സ്വന്തമായി കിട്ടിയിരിക്കുക, അപ്പനായിട്ട്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചിരിക്കുന്നത്. നാം മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. അങ്ങനെ ആയി പുത്രൻ നമ്മളെ അങ്ങനെ ആക്കി, നമ്മൾ സ്വന്തം മക്കളാക്കി തീർത്തു. ഈ പുത്രൻ്റെ സ്നേഹത്തിലേക്ക് നമ്മളെ തന്നെ കൊടുത്തിട്ട്, അപ്പാ പിതാവേ, അങ്ങയുടെ സ്നേഹത്തിൽ നിരന്തരം ഞങ്ങളെ ഓരോരുത്തരും നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.